എൻട്രൻസിനായിട്ടുള്ള നമ്മുടെ അടുത്ത ചാപ്റ്റർ നമ്പർ 4 മോഷൻ ഇൻ എ പ്ലെയിൻ. എന്താണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ദ എക്സാമ്പിൾ ഫോർ 2 ഡയമെൻഷണൽ മോഷൻ അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ ടൂൾ ആവശ്യമുണ്ട്. അതിൻ്റെ പേരാണ് വെക്ടേഴ്സ്. കുട്ടികൾക്ക് വളരെ പേടിയുള്ളൊരു ഭാഗമാണ് ഈ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ. അപ്പോൾ എൻട്രൻസിന് പഠിക്കുമ്പോൾ നമ്മൾ ഈ വെക്ടറിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ നോക്കണം, അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെക്ടർ ആൾജിബ്ര, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അടങ്ങിയിരിക്കുന്ന ഓപ്പറേഷൻ, മാത്തമാറ്റിക്സിലെ ഓപ്പറേഷൻ്റെ ആ ഒരു ഭാഗമാണ് ആൾജിബ്ര അല്ലേ. അപ്പോൾ വെക്ടർ ആൾജിബ്രയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അഡീഷൻ ഓഫ് വെക്ടേഴ്സ് ആണ്. അഡീഷൻ ഓഫ് 2 വെക്ടേഴ്സ്. അതിന് നമുക്ക് നമ്മളെ കയ്യിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ 2 വെക്ടേഴ്സ് ഉണ്ടെന്ന് കരുതുക. അത് എയും ബിയുമാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ്, ആ 2 വെക്ടറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇവിടെ തീറ്റ എന്നാൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രൻസിന് ഉള്ള പാഠഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി 2 വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. 2 മെത്തേഡുകളാണ് 2 വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലൊന്നാണ് സ്കേലാർ പ്രൊഡക്റ്റ്. ഇതിനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്നും വിളിക്കും. അപ്പോൾ 2 വെക്ടർ എയും ബിയും 2 വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ 2 വെക്ടേഴ്സിനെ നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതിനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം, നമ്മൾ ഇതിനെ എ ഡോട്ട് ബി, എ ഇൻറ്റു ബി എന്ന് പറയുന്നതിന് പകരം എ ഡോട്ട് ബി എന്നാണ് പറയാം. സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം, നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് എ ഡോട്ട് ബി? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ. ഇവിടെ തീറ്റ എന്ന് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട 2 പോയിന്റ്. ഒന്ന്, നമ്മൾ എ ഡോട്ട് ബി കണ്ടാലും ബി ഡോട്ട് എ കണ്ടാലും ദാറ്റ് ഈസ് ഈക്വൽ. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ ആയിരിക്കും. അതേപോലെ മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കുക, നമുക്ക് ഈ എക്കും ബിക്കും, ഈ വെക്ടർ എക്കും വെക്ടർ ബിക്കും ഇടയിലുള്ള ആംഗിൾ തീറ്റ കാണണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് തീറ്റ, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി ആയിരിക്കും. ഇത് പ്രത്യേകം ഓർത്ത് വെക്കുക. 2 വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു മെത്തേഡും കൂടി ഉണ്ട്. വെക്ടർ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ഇതിനെ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? 2 വെക്ടറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതുപോലെ എ ഇൻറ്റു ബി എന്ന് പറയുന്നതിന് പകരം നമ്മൾ എ ക്രോസ് ബി എന്നാണ് പറയാം. ഇവിടെ വെക്ടർ എയും വെക്ടർ ബിയും തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. ഇവിടെ ഈ വെക്ടർ, അതായത് എ ക്രോസ് ബി ചെയ്താൽ നമുക്ക് വെക്ടറാണ് കിട്ടുക എന്ന് പറഞ്ഞു. അതിൻ്റെ ആ കിട്ടുന്ന റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് തരുന്നത് ആരായിരിക്കും നോക്കൂ, ഈ എൻ ക്യാപ് ആയിരിക്കും. ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ് ഉണ്ട്. അത് എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഒരിക്കലും എന്തല്ല, ഈക്വൽ അല്ല. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി നമുക്ക് കണ്ടുപിടിക്കാം. സൈൻ ഇൻവേഴ്സ് എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു ഇനി ഈ ഭാഗങ്ങളിൽ നിന്നും എൻട്രൻസിന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് കടന്നു പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, the vector sum of 2 forces is perpendicular to their vector differences. In that case, the forces, 4 ഓപ്ഷൻ ഉണ്ട്, are equal to each other, are equal to each other in magnitude,
are not equal to each other in magnitude cannot be predicted. അപ്പോൾ ഇവിടെ തന്നതുപോലെ തന്നെ നമുക്കൊന്ന് ട്രീറ്റ് ചെയ്ത് നോക്കാം. രണ്ട് ഫോഴ്സുകളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് ഫോഴ്സുകളെ നമ്മൾ F1ഉം F2 എടുത്താൽ അതിൻ്റെ സമ്മ് അല്ലേ, F1 പ്ലസ് F2 രണ്ട് വെക്ടറുകളാണ്. അപ്പോൾ F1 വെക്ടർ പ്ലസ് F2 വെക്ടർ. അതുപോലെ പെർപെൻഡിക്കുലർ ആണ് എന്തിന്, F1 വെക്ടർ മൈനസ് F2 വെക്ടർ. അപ്പോൾ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവരുടെ ഇടയിൽ എന്തായിരിക്കും, ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ F1 പ്ലസ് F2 ഡോട്ട് F1 മൈനസ് F2 വെക്ടറാണ്. അത് എന്ത് കിട്ടും, 0 കിട്ടും. കാരണം എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റയാണ്, പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ 90 ആണ്. ഈ രണ്ട് വെക്ടറുകൾ ഇപ്പോൾ F1 പ്ലസ് F2 ചെയ്താൽ ഒരു വെക്ടർ കിട്ടും, F1 മൈനസ് F2 ചെയ്താൽ ഒരു വെക്ടർ കിട്ടും, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ. അപ്പോൾ ഇവിടെ F1 ഡോട്ട് F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 സ്ക്വയർ ആണ്, പ്ലസ് പിന്നെ ചെയ്യേണ്ടത് F1നെ F2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, ഡോട്ട് ചെയ്യാണ്. അപ്പം ഇവിടെ ഇത് പ്ലസും ഇത് മൈനസും ആയതുകൊണ്ട് മൈനസ് ഡോട്ട് F2. പിന്നുള്ളത് F2 ഡോട്ട് F1 ആണ്. ഇത് പ്ലസും ഇത് മൈനസും ആയതുകൊണ്ട് ഇത് പ്ലസ് ഇടാം. പക്ഷേ നമ്മൾ പഠിച്ചു എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആണെങ്കിൽ ഇവിടെ നമുക്ക് F1 ഡോട്ട് F2 എന്ന് തന്നെ എഴുതാം. പിന്നുള്ളത് പ്ലസ് F2 ഇൻറ്റു മൈനസ് F2 ആണ്, മൈനസ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് F2 ഡോട്ട് F2 ആണ്. രണ്ടും സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന രണ്ട് വെക്ടറാണ്. അപ്പോൾ ആംഗിൾ 0 ആയതുകൊണ്ട് F2 കോസ് 0 1 എന്ന് വെച്ചാൽ F2 മാഗ്നിറ്റ്യൂഡ് F2 സ്ക്വയർ കിട്ടും. ഇത് F1 സ്ക്വയർ അങ്ങനെ തന്നെയാണ് കിട്ടിയത്, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുന്ന് ഇതും ക്യാൻസലായി അല്ലേ. അത് ക്യാൻസലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളത് F1 സ്ക്വയർ മൈനസ് F2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, F1 സ്ക്വയർ ഈസ് ഈക്വൽ ടു F2 സ്ക്വയർ. ഈ മൈനസ് അപ്പുറത്തേക്ക് പോകും എന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് മനസ്സിലായി F1 ഈസ് ഈക്വൽ ടു F2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം F1 ഈസ് ഈക്വൽ ടു F2, അതായത് ദേ ആർ ഈക്വൽ ടു ഈച്ച് അതർ. This is the answer of this question. Next question ആണ്, the angle between two vectors, vector A is equal to 3i cap plus 4j cap plus 5k cap and vector B is equal to 3i cap plus 4j cap minus 5k cap will be. അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് എ ഡോട്ട് ബി കണ്ടു നോക്കാം. എ ഡോട്ട് ബി കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. വെക്ടർ ഫോമിൽ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ടേമിനെയും അപ്പുറത്തുള്ള ടേം കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെയിം വെക്ടറിനെ മാത്രം ചെയ്താൽ മതി. അല്ലാത്തത് എന്ത് സംഭവിക്കും, ഐ ഡോട്ട് ഐ മാത്രമാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഐ ഡോട്ട് ജെയും ഐ ഡോട്ട് കെയും ആംഗിൾ ഇതെല്ലാം യൂണിറ്റ് വെക്ടേഴ്സ് ആയതുകൊണ്ട് ഐക്കും ജെക്കും കെക്കും ഈ മൂന്നിനും ഇടയിൽ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഐ ഡോട്ട് ജെ കണ്ടാലും അതുപോലെ ജെ ഡോട്ട് കെ കണ്ടാലും ഐ ഡോട്ട് കെ ഒക്കെ കണ്ടാലും എന്താ കിട്ടുക, 0 ആ കിട്ടുക. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ഐ ക്യാപ്പിൻ്റെ കോയിഫിഷ്യൻറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ എ ഡോട്ട് ബി കണ്ടാൽ നമുക്കിവിടെ കിട്ടുന്നത് 3i, അതായത് 3 ഇൻറ്റു 3 ഐ ഡോട്ട് ഐ 1 ആണ്. പിന്നെ ഉള്ളത് ജെയും തമ്മിലുള്ള ടേം എടുക്കുമ്പോൾ നമുക്ക് പ്ലസ് 16 ജെ ഡോട്ട് ജെ, അതും 1 ആണ്. ജെ ഡോട്ട് ജെ ആണ് കിട്ടുക. പിന്നെ പ്ലസ് 5ഉം മൈനസ് 5ഉം നമുക്ക് എന്താ കിട്ടുക, മൈനസ് 25 കെ ഡോട്ട് കെ എന്ന് വെച്ചാൽ നമുക്കിത് കിട്ടുന്നത് 9 പ്ലസ് 16 മൈനസ് 25 വിച്ച് ഇസ് 16 പ്ലസ് 9 എത്രയാണ്, 25 ആണ്. 25 മൈനസ് 25 0 ആണ്. എന്ന് വെച്ചാൽ എ ഡോട്ട് ബി കണ്ടാൽ നമുക്ക് 0 കിട്ടി. എ ഡോട്ട് ബി നമുക്ക് 0 കിട്ടിയതിൻ്റെ അർത്ഥം എ ബി കോസ് തീറ്റ 0 ആണ്. എന്ന് വെച്ചാൽ ഈ ആംഗിൾ എത്രയായാലാണ് ഇത് 0 കിട്ടുക, കോസ് 90 ആണ് 0. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ 90 ഡിഗ്രിയാണ്. കാരണം എ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ഇതുണ്ട്. ബിയും മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ ഈ എ ബി കോസ് തീറ്റ 0 കിട്ടണമെങ്കിൽ തീർച്ചയായും ഈ ആംഗിൾ എന്താവണം, 90 ആവണം. അപ്പോഴാണ് കോസ് 90 0 കിട്ടുള്ളൂ. അപ്പോൾ എയും ബിയും ഉണ്ടെങ്കിൽ പോലും കോസ് 90 0 ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇത് 0 ആയി. അതുകൊണ്ട് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ്
90 degree. Next question, two equal vectors have a resultant equal to either. The angle between them is. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് രണ്ട് വെക്ടർ, നമുക്കിപ്പോൾ തൽക്കാലം ആ വെക്ടറിനെ എ എന്ന് വിളിക്കാം. ആ വെക്ടർ ആക്ട് ചെയ്തപ്പോൾ അതിന്റെ റിസൾട്ടന്റും അത് തന്നെ കിട്ടിയെന്നാണ്. അതായത് എ എന്നൊരു വെക്ടറും അതേപോലെയുള്ള ഒരു വെക്ടറും ആക്ട് ചെയ്തപ്പോൾ ആൻസറും അത് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ അനുസരിച്ച് റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതാണ് നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ അനുസരിച്ച് രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് റിസൾട്ട് ഈക്വൽ ആണ്. അതായത് എ എന്ന വെക്ടറാണ് നമ്മൾ എടുത്തതെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി എന്ന് പറയുന്നതും എ തന്നെ പ്ലസ് 2 ഇൻറ്റു എ കോസ് തീറ്റ. അപ്പോൾ അതിന്റെ റിസൾട്ടും എ തന്നെ കിട്ടി. അപ്പം എങ്ങനെ ഈ റൂട്ട് ഒഴിവാക്കും? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ കോസ് തീറ്റ എന്നായിരിക്കും അല്ലേ. അപ്പം എന്താണ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ? 2a സ്ക്വയർ ആണ്. ഇവിടെയും 2a സ്ക്വയർ ഉണ്ട്. അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2a സ്ക്വയർ അപ്പോൾ 1 ആണ്. ഈ 2a സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ പ്ലസ് 2a സ്ക്വയർ പുറത്തെടുത്താൽ ബാക്കി കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ ഈ എ സ്ക്വയറും ഈ എ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്നല്ലേ. അപ്പം ഈ 2 അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 1/2 ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടില്ലേ. അപ്പോൾ കോസ് തീറ്റ എന്താ കിട്ടുക? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/2 ഓൾറെഡി അവിടെ ഉണ്ട്. ഈ 1 അപ്പുറത്തേക്ക് പോട്ടെ, -1 ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഹാഫ് -1 എത്ര? -1/2 ആണ്. അപ്പോൾ നമുക്ക് തീറ്റ എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് -1/2 ആണ്. കോസ് ഇൻവേഴ്സ് -1/2 എന്ന് വെച്ചാൽ എത്രയാണ്? 120 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ, 120 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ റിവർ ഈസ് ഫ്ലോയിങ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് അറ്റ് എ സ്പീഡ് ഓഫ് 5 meter per minute. A man on south bank of the river capable of swimming at 10 meter per minute in still water wants to swim across the river in the shortest time. He should swim in a direction. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡയറക്ഷൻസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നോർത്ത്, അതുപോലെ ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് ഒരു റിവർ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് റിവർ കൊടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഒരു പോയിന്റിൽ നിന്നും മറ്റേ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്നും മറ്റേ ബാങ്കിലേക്കാണ് ഈ ആൾക്ക് എത്തേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു വേർഡ് ശ്രദ്ധിക്കുക, സ്റ്റിൽ വാട്ടർ. ഇങ്ങനെ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇത് ശരിക്കും തന്നിട്ടുള്ളത് ആ ആളുടെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു റിവർ ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ റിവറിന്റെ വിഡ്ത്ത് ഡി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഒരാൾ ഈ ദിശയിലാണ് സ്വിം ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം റിവറിന്റെ ഈ ഡയറക്ഷനിലുള്ള മോഷൻ കൊണ്ട് ആൾ ഈ ഡയറക്ഷനിൽ മാത്രമല്ല നീങ്ങുക, അയാൾക്ക് ഈ ഒരു ഈസ്റ്റേൺ ഡയറക്ഷനിലേക്കും കൂടി ഒരു മോഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വെലോസിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദിശയിലുള്ള ഇയാളുടെ വെലോസിറ്റി എന്തായിരിക്കും? vm കോസ് തീറ്റ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ t is equal to d by vm cos theta എന്നല്ലേ നമ്മൾ എടുക്കേണ്ടത്. കാരണം ഇയാൾക്ക് ഈ റിവർ ക്രോസ് ചെയ്യുമ്പോൾ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇതാണ്. അപ്പോൾ അതിലൂടെ പോയി കഴിഞ്ഞാൽ d ബൈ ആ ഡയറക്ഷനിലുള്ള വെലോസിറ്റി vm cos theta ആണ്.
അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ ടി മിനിമം ആവണമെങ്കിൽ കോസ് തീറ്റ മാക്സിമം ആവണം അല്ലേ? അപ്പോൾ കോസ് തീറ്റ മാക്സിമം ആവണമെങ്കിൽ അതിൻ്റെ അർത്ഥം കോസ് തീറ്റ 1 ആവണം. കോസ് തീറ്റ എപ്പോഴാണ് 1 ആവുക? തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആവണം. എന്നുവെച്ചാൽ ഇയാൾക്ക് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഈ റിവർ ക്രോസ് ചെയ്യണമെങ്കിൽ ആള് ഈ ദിശയിൽ തന്നെ നീങ്ങണം. എന്നുവെച്ചാൽ നോക്ക്, ഇതേതാണ്, ഈ ദിശ ഏതാണെന്ന് നോക്കൂ. ഈ ദിശ നോർത്താണ് അല്ലേ? അപ്പം നോർത്ത് ഡയറക്ഷനിൽ തന്നെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട്, അതായത് 10 മീറ്റർ പെർ സെക്കൻഡിൽ നോർത്തിലേക്ക് നീന്തി കഴിഞ്ഞാൽ ആള് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഈ റിവർ ക്രോസ് ചെയ്യും. അപ്പം ഓപ്ഷൻ എ ഡ്യൂ നോർത്ത് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോട്ട് വിച്ച് ഹാസ് എ സ്പീഡ് ഓഫ് 5 km/h in still water crosses a river of width 1 km along the shortest possible path in 15 minutes. The velocity of the river water in km/h is. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻസ് കൊടുക്കാം. റിവർ ഒഴുകുന്നുണ്ട്, ഞാനത് ഈ ഡയറക്ഷനിലാണെന്ന് എടുക്കുന്നു. അപ്പോൾ ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നേരെ എ മുതൽ ബി വരെ ഈ ഡയറക്ഷനിലാണ് റിവർ ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് കവർ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് ആണ് ബോട്ട് പോകുന്നതെങ്കിൽ അതിന് കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ റിവർ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് ബോട്ടിന് ഈ ദിശയിൽ ഫ്ലോ ചെയ്താലാണ് എന്ത് ചെയ്യുക? ഒരേ സമയത്ത് ആ റിവർ ഈ ബോട്ടിനെ ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുക. എന്നാണ് കണ്ടീഷൻ. ഇവിടെ വീണ്ടും ആ വേർഡ് തന്നിട്ടുണ്ട്, സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞ വേർഡ് തന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ബോട്ടിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു റിവർ ആണ് തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഇതാണ്, 5 km/h ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു വെലോസിറ്റിയും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ദിശയിൽ അതിന് ഒരു റിസൾട്ടൻ്റ് വെലോസിറ്റി കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ റിസൾട്ടൻ്റ് വെലോസിറ്റി എന്നാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ റിസൾട്ടൻ്റ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു, അതായത് ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്തിനുള്ള ആ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഈ ഡയറക്ഷനുള്ള വെലോസിറ്റിയെ നമുക്ക് d/t എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? എന്താ d? 1 km ആണ്. നമുക്ക് ആൻസർ കിട്ടേണ്ടത് km/h. അതുകൊണ്ട് തന്നെ ടൈം 15 മിനിറ്റ്സ് എന്നുള്ളത് നമുക്ക് അവറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അല്ലേ, 4 15 മിനിറ്റ്സ് കൂടിയാലാണ് 1 hour ആവുക. അപ്പോൾ അത് 1/4 എന്ന് അത്രയും അവർ കിട്ടും. അപ്പോൾ നമുക്ക് v കിട്ടി, റിസൾട്ടൻ്റ് വെലോസിറ്റി ഇൻ ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് കിട്ടി 4 km/h. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 5 km/h എന്നുള്ള ആ ഒരു വെക്ടറിനെ നമുക്ക് ഇങ്ങോട്ട് നീക്കി ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വ്യക്തമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VR ആണ്. VR സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ വരിക? അപ്പോൾ ഇവിടെ VR ബേസ് ആണ്, 5 km ഹൈപ്പോട്ടനീസ് ആണ്, അതുപോലെ V ആൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ VR സ്ക്വയർ കാണണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഹൈപ്പോട്ടനീസ് സ്ക്വയർ, അതായത് 25 മൈനസ് 4 സ്ക്വയർ 16. അപ്പോൾ VR നമുക്ക് എന്ത് കിട്ടും? VR ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് 16 എത്രയാണ്? 9 ആണ്. അപ്പോൾ റൂട്ട് 9 ആണ്. ദാറ്റ് ഈസ് 3 km/h എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ്, 3 km/h. ഈ ചാപ്റ്ററിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എക്സാമ്പിൾസ് ഫോർ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. അതിൽ ആദ്യത്തേത് നമ്മൾ പറയാൻ പോകുന്നത് പ്രൊജക്ടൈൽ മോഷൻ. അപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് വെച്ചാൽ ഏതൊരു വസ്തുവും പ്രൊജക്ടൈലാണ്. നമ്മൾ ഭൂമിയുടെ സർഫസിനെ ചരിച്ച് ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്ത് പിന്നെ അതിനുശേഷം ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ അണ്ടറിൽ മാത്രം മൂവ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റുകളും പ്രൊജക്ടൈൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഒരു പ്രൊജക്ടൈൽ മോഷൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടൈലിൻ്റെ ട്രജക്ടറി ഒരു പരാബോളിക് ഷേപ്പ് ആയിരിക്കും.
ഈ കാണുന്നത് പോലെ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒ എന്ന പോയിന്റിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു വെക്ടർ ഇത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അപ്പം അതിങ്ങനെ പോയി ഒരേ സമയത്ത് 2 ദിശയിൽ ഇവിടെ മോഷനുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, പ്രൊജക്ടൈൽ മോഷൻ്റെ ഹൊറിസോണ്ടൽ മോഷനും അതുപോലെ വെർട്ടിക്കൽ മോഷനും, അതായത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. അപ്പോൾ ഒരേ സമയം 2 ദിശയിൽ മോഷനുണ്ട്. അത് രണ്ടും ഇൻഡിപെൻഡൻറ്റ് ഈച്ച് അതറാണ്. അതേപോലെ ഒരു പോയിന്റും കൂടി എഴുതി വെക്കുക, ഹൊറിസോണ്ടൽ മോഷന് ഒരു യൂണിഫോം മോഷനും വെർട്ടിക്കൽ മോഷൻ ഒരു ആക്സിലറേറ്റഡ് മോഷനും ആയിരിക്കും. അതിൻ്റെ കാരണം മേലോട്ടുള്ള മോഷൻ നോക്കുമ്പം ഗ്രാവിറ്റി അതിൻ്റെ സ്പീഡ് കുറച്ച് കൊണ്ടുവന്നു മാക്സിമം ഹൈറ്റിലെത്തുമ്പം യു സൈൻ തീറ്റ 0 ആയിരിക്കും. അപ്പം മാക്സിമം ഹൈറ്റിൽ ഇപ്പം ഞാനിവിടെ ഒരു റൗണ്ട് വരച്ച അവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയ യു കോസ് തീറ്റ, അത് യൂണിഫോം മോഷൻ ആയതുകൊണ്ട് അതിൽ മാറ്റമൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്ത് പ്രൊജക്ടൈൽ മോഷൻ എൻഡ് ചെയ്യുന്നത് വരെ യു കോസ് തീറ്റയിൽ മാറ്റമില്ല ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. പക്ഷേ വെർട്ടിക്കൽ ഡയറക്ഷനിൽ യു സൈൻ തീറ്റ കുറഞ്ഞു വരികയും ഈ പോയിന്റിൽ യു സൈൻ തീറ്റ അറ്റ് മാക്സിമം ഹൈറ്റ് യു സൈൻ തീറ്റ 0 ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ആ പോയിന്റ് ഒന്നും കൂടി പറയാം. ഒരു പ്രൊജക്ടൈൽ മോഷൻ്റെ വെർട്ടിക്കൽ മോഷൻ ആക്സിലറേറ്റഡ് മോഷനും ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം മോഷനും ആയിരിക്കും. അപ്പോൾ ഇവിടെ കാണുന്നത് പോലെ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി യു 2 കമ്പണൻ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. അതിലൊന്നാണ് യു ഇൻ എക്സ് ഡയറക്ഷൻ, അതായത് യു കോസ് തീറ്റ, അതുപോലെ ഇൻ വൈ ഡയറക്ഷൻ യു സൈൻ തീറ്റ ആയിരിക്കും. ഇതിൽ യു കോസ് തീറ്റ മാറ്റമില്ല, എന്നാൽ യു സൈൻ തീറ്റ ആദ്യം കുറഞ്ഞു വന്ന് പിന്നെ 0 ആയി പ്രൊജക്ടൈൽ താഴോട്ട് വീഴുമ്പോൾ അത് മാക്സിമം ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ കൂടി വരികയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം, 2 തരം പ്രൊജക്ടൈൽ ആണുള്ളത്. ഒന്ന് വെർട്ടിക്കൽ പ്രൊജക്ടൈൽ. വെർട്ടിക്കൽ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഈ പാരാബോളിക് പാത്ത് ആണ് ഉണ്ടാവുക. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒ എന്ന പോയിന്റിൽ നിന്നും നമ്മൾ യു വെലോസിറ്റിയിൽ നമ്മളിതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ മേലോട്ടും വലത്തോട്ടും മോഷൻ ഉണ്ടായി ഈ ഒരു പാത്ത്. എന്നാൽ നമ്മൾ ഓൾറെഡി ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ട് ഒരു ഒബ്ജക്റ്റ് പ്രൊജക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഒരാൾ ഹൊറിസോണ്ടലായിട്ട് ഒരു യു കൊടുത്തിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പാത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ എന്നാണ് പറയുക. ഇത് വെർട്ടിക്കൽ പ്രൊജക്ടൈൽ, ഇത് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ. ഓക്കെ, ഒരു ബോംബർ വിമാനം ബോംബ് റിലീസ് ചെയ്യുമ്പോൾ അത് ബോംബ് വിടുന്നതിന് വേണ്ടിയിട്ട് എയ്റോപ്ലെയിൻ ഇങ്ങനെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ബോംബിൻ്റെ വെലോസിറ്റി മാറ്റമില്ലാതെ തുടരുകയും അതേ സമയത്ത് താഴോട്ടൊരു ആക്സലറേറ്റഡ് മോഷൻ ഉണ്ടാവുകയും ആ ബോംബിൻ്റെ പാത്ത് ഇതുപോലെ ആയിരിക്കുകയും ചെയ്യും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ, നമ്മൾ കണ്ട പാരാബോളിക് പാത്തിന് ഒരു ഇക്വേഷൻ y = px - qx². അപ്പോൾ ഇവിടെ p എന്നാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, എഴുതി വെക്കുക, അത് ടാൻ തീറ്റ ആയിരിക്കും. അതേപോലെ q എന്നാൽ g/2u² cos² തീറ്റ എന്ന g/2u² cos² തീറ്റ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ് ഈ q. അതുപോലെ p എന്ന് വെച്ചാൽ മറ്റൊരു കോൺസ്റ്റന്റ് ആണ് ടാൻ തീറ്റ. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഉള്ളത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രൊജക്ടൈൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ വീഴാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയാം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക, 2u sin θ/g ആയിരിക്കും. ഇനി O എന്ന പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഈ പോയിന്റിൽ, അതായത് ഇവിടെ ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്നതിനാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുക അല്ലേ. അപ്പം മൊത്തം ഫ്ലൈറ്റിനുള്ള ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. എന്നാൽ ഇവിടെ മാക്സിമം ഹൈറ്റിലെത്താനുള്ള ടൈമാണ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്. അത് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ പകുതി ആയിരിക്കും, u sin θ/g ആയിരിക്കും. അപ്പോൾ ഇത് പകുതിയാവുന്നതും അല്ലെങ്കിൽ ഇരട്ടിയാവുന്നതും, അതായത് ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, TF എന്ന് വെച്ചാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുള്ളത് 2 ടൈംസ് ഓഫ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് ആണ്. എന്നാൽ എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല. ആ പോയിന്റ് എഴുതി വെക്കുക. ഇഫ് ദർ ഈസ് നോ എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ടൈം ഓഫ് അസെൻഡ് അല്ലെങ്കിൽ മേലോട്ട് പോകാൻ എടുക്കുന്ന ടൈമും താഴോട്ട് വരാൻ എടുക്കുന്ന ടൈമും ഈക്വൽ ആയിരിക്കും. നോ എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ, അപ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവുക എയർ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലോ ആ പോയിന്റ് എഴുതി വെക്കാം. ഇഫ് ദർ ഈസ് എയർ റെസിസ്റ്റൻസ്
ടൈം ഓഫ് അസെൻഡ് അല്ലെങ്കിൽ മേലോട്ട് പോകാൻ എടുക്കുന്ന ടൈം ലെസ് ദാൻ ടൈം ഓഫ് ഡിസെൻഡ് ആയിരിക്കും. അത് നമ്മുടെ ഫ്ലൂയിഡ് ഡൈനാമിക്സ് വെച്ചിട്ടാണ് അത് പറയാം. നമ്മുടെ വിസ്കസ് ഡ്രാഗ് ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ടൈം ഓഫ് അസെൻഡ് ഈസ് ലെസ് ദാൻ ടൈം ഓഫ് ഡിസെൻഡ് എപ്പോ? ഇഫ് ദർ ഈസ് എയർ റെസിസ്റ്റൻസ് പ്രസന്റ്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ. അപ്പോൾ ഒരു പ്രൊജക്ടൈൽ അതിൻ്റെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാക്സിമം ഹൈറ്റിൽ എത്താൻ ഉള്ള അല്ലെങ്കിൽ എത്തുന്ന ആ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് h = u² sin² θ/2g. അടുത്തത് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. ഹൊറിസോണ്ടൽ റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ ആണ് r = u² sin 2θ/g. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, നമുക്ക് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അത് അറ്റൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ തീറ്റ 45 ഡിഗ്രിയിലാണ് എറിയേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആർ മാക്സ് എന്നുള്ളത് എപ്പോഴെത്തുക? 45 ഡിഗ്രിയിലാണ് എത്തുക, അല്ലേ? 45 ഡിഗ്രിയിൽ എറിഞ്ഞാലേ അങ്ങനെ എത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം u². 45 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് സംഭവിക്കും, സൈൻ്റെ വാല്യൂ മാക്സിമം ആവും, അല്ലേ? sin 90 ആവും. 2θ sin 2θ ആണല്ലോ. sin 2 × 45 90 ആയതുകൊണ്ട് ഇത് ഉണ്ടാവില്ല. sin u²/g. ഇതാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ. ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? തീറ്റയ്ക്ക് 45 അല്ലെങ്കിൽ ആർ ഹൊറിസോണ്ടൽ റേഞ്ച് കാണാനുള്ള ഈ ഇക്വേഷനിൽ നമ്മൾ തീറ്റ 45 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഇവിടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. റിലേഷൻ ബിറ്റ്വീൻ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ്. എന്ന് വെച്ചാൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് അറ്റൈൻ ചെയ്യുന്ന 45 ഡിഗ്രിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റും ഈ ഒരു റേഞ്ചും തമ്മിലൊരു ബന്ധമുണ്ട്. അത് മറ്റൊന്നുമല്ല, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആർ മാക്സ് എന്നുള്ളത് 4 ടൈംസ് ഹൈറ്റ് ആയിരിക്കും. ഇത് വളരെ പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം എന്തുകൊണ്ടാണെന്ന്. നമുക്ക് എച്ചിനുള്ള ഇക്വേഷൻ അറിയാം. അത് u² sin² θ/2g ആണ്. അതേപോലെ ആറ് കാണാനുള്ള അല്ലെങ്കിൽ റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ u² sin 2θ/g യുമാണ്, അല്ലേ? അപ്പോൾ ഇതിന് 45 കൊടുക്കുക, അതേ സമയത്ത് ഇതും 45 ആയിരിക്കും. അപ്പോൾ നമുക്ക് h 45 ഡിഗ്രിയിൽ എച്ചിന് നമുക്ക് കിട്ടുന്നത് u²/2gയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. sin² θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? sin² 45 എന്നാൽ 1/√2 ആണ്. അപ്പോൾ 1/√2ൻ്റെ സ്ക്വയർ sin² ആണ്. sin² 45 എന്ന് വെച്ചാൽ 1/√2 × 1/√2 ആണ്. അത് 1/2 ആണ് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ sin² 45ന് 1/2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് u² ഈ 2ഉം ഈ 2ഉം 4 ആണ്. അപ്പോൾ 4g കിട്ടും, അല്ലേ? അപ്പോൾ h = u²/g × 1/4 എന്നാണ് ഇത് കിട്ടിയത്. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. u²/g എന്ന് വെച്ചാൽ എന്താണ്? അത് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അപ്പം u²/g ഉള്ളിടത്ത് നമുക്ക് r മാക്സ് കൊടുക്കാം. അപ്പോൾ ഈ h = ഇക്വേഷൻ എന്ത് കിട്ടും? u²/gക്ക് പകരം r max/4 കിട്ടും. ഈ 4 ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 4h = r max എന്ന് കിട്ടില്ലേ? എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹൊറിസോണ്ടൽ റേഞ്ച്, അതായത് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചും അതേ സമയത്തുള്ള മാക്സിമം ഹൈറ്റും തമ്മിലുള്ള റിലേഷനാണ് r max = 4h. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ആവർത്തിച്ച ഒരു ചോദ്യം കൂടിയാണ്. ഇനി ഈ ഭാഗത്തു നിന്നുള്ള മുൻ വർഷങ്ങളിൽ എൻട്രൻസ് എക്സാമുകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, എ ബോയ് പ്ലേയിങ് ഓൺ ദ റൂഫ് ഓഫ് എ 10 meter ഹൈ ബിൽഡിംഗ് throws a ball with the speed of 10 meters per second at an angle of 30 degree with the horizontal. How far from the thrown point will the ball be at the height of 10 meters from the ground? Given that g തന്നിട്ടുണ്ട്, അതുപോലെ sin 30 1/2 ആണ് തന്നിട്ടുണ്ട്, അതുപോലെ cos 30 √3/2 ആണ് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ളത് ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 10 meter ആണ് തന്നിട്ടുണ്ട്, അല്ലേ? അപ്പം ഈ ഒരു ഹൈറ്റ് തന്നിട്ടുണ്ട് 10 meter. അപ്പോൾ ഒരു ബോയ് 30 ഡിഗ്രിയിൽ
എറിയാണ്. 30 ഡിഗ്രിയിൽ ഇത് എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് 10 മീറ്റർ, അതായത് ഗ്രൗണ്ടിൽ നിന്നും 10 മീറ്റർ ഉയരത്തിൽ എത്ര ദൂരത്താണ് ഈ ഒരു ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ R is equal to u square sin 2 theta by g ആണ് അല്ലേ. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് u സ്ക്വയർ, ഇപ്പോൾ 10 ആണ്, 10 മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ 100 ഇൻറ്റു സൈൻ 2 തീറ്റ 30 ആണ്, അപ്പോൾ 2 തീറ്റ 60 ആണ്. സൈൻ 60 ഡിവൈഡഡ് ബൈ 10 ആണ് നമ്മളവിടെ ജി എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ 10ഉം ഈ 100ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ 10 കിട്ടും ഇൻറ്റു സൈൻ 60 എന്ന് വെച്ചാൽ എത്രയാണ്, √3/2 ആണ്. ഓക്കെ, അപ്പം സൈൻ ഈ √3/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.866 ആണ്. ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 8.66 മീറ്റർ ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ പ്രൊജക്ടൈൽ ക്യാൻ ഹാവ് ദ സെയിം റേഞ്ച് ആർ ഫോർ 2 ആംഗിൾസ് ഓഫ് പ്രൊജക്ഷൻ ഇഫ് T1 and T2 be the times of flight in 2 cases, then the product of 2 times of flight is directly proportional to. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമുക്ക് ഒരേ വെലോസിറ്റിയിൽ നമ്മൾ എറിയുമ്പം 2 ആംഗിളുകൾ ഒരേ റേഞ്ച് തരും. ആ ആംഗിള് തീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ ആയിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തീറ്റ ആംഗിളിൽ 30യിലാണ് എറിഞ്ഞതെങ്കിൽ ഇനി 90 മൈനസ് 30 60, 60യിലും അതേ വെലോസിറ്റിയിൽ എറിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തീറ്റ എന്ന ആംഗിളിൽ എറിയുമ്പോഴുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാം. T1 is equal to 2u sin തീറ്റ ബൈ ജി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 വിളിച്ചു. അതേപോലെ രണ്ടാമത്തെ ടൈം T2 ഒരേ റേഞ്ച് കിട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഇനി എറിഞ്ഞിരിക്കുന്നത് ഈ തീറ്റ 90 മൈനസ് തീറ്റ ചെയ്തതാണ്, അല്ലെങ്കിൽ 2u sin 90 മൈനസ് തീറ്റ ബൈ ജി ആണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുന്നു. ഇനി നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാം. T1 ഇൻറ്റു T2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2u sin തീറ്റ ബൈ ജി ഇൻറ്റു 2u. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സൈൻ 90 മൈനസ് തീറ്റ എന്താണ്, കോസ് തീറ്റയാണ്, ഡിവൈഡഡ് ബൈ ജി. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ചിനെ ഈ ഓപ്ഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ T1 ഇൻറ്റു T2 ഇസ് ഈക്വൽ ടു u സ്ക്വയർ അവിടെ നിൽക്കട്ടെ, അതുപോലെ 2 അവിടെ നിൽക്കട്ടെ. ഒരു 2 നമുക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ കൊടുക്കാം. സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു ജി. ഇതെന്തിനാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. T1 ഇൻറ്റു T2 ഈസ് ഈക്വൽ ടു നോക്കൂ 2/g അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളത് എന്താണ്, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്താണ്, സൈൻ 2 തീറ്റയാണ്. അതേപോലെ u സ്ക്വയർ ഉണ്ട് ബൈ ജി. എന്താണ് ഞാൻ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ടേം എന്താണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഹൊറിസോണ്ടൽ റേഞ്ച് അല്ലേ. അപ്പോൾ 2/g ഇൻറ്റു ആർ. 2 കോൺസ്റ്റൻ്റ് ആണ്, ജി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എഴുതാം T1 ഇൻറ്റു T2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. അപ്പോൾ നമുക്ക് സി ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോൾ ഇസ് ത്രോൺ ഫ്രം എ പോയിന്റ് വിത്ത് സ്പീഡ് v0 അറ്റ് an angle of projection theta. From the same point and at the same instant, a person starts running with a constant speed v0/2 to catch the ball. Will the person be able to catch the ball? If yes, what should be the angle of projection? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾക്ക് ഈ ബോൾ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് കിട്ടാൻ നോക്കാം. നമുക്കറിയാം ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മോഷനും വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു പ്രൊജക്ടൈലിൻ്റെ മോഷൻ തമ്മിലുള്ള ബന്ധം എന്താണ്, ഹൊറിസോണ്ടൽ മോഷൻ എന്നാൽ
അത് ഒരു യൂണിഫോം മോഷനാണ് അല്ലേ. അതായത് യു കോസ് തീറ്റ എന്ന വെലോസിറ്റിയിലാണ് ഈ ഒരു പ്രൊജക്ടൈല് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ സഞ്ചരിക്കുക. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ആ ബോൾ പിടിക്കണമെങ്കിൽ ഇവിടെ നിന്നും ഓടുന്ന ആള് എത്ര സ്പീഡിൽ ഓടണം, യു കോസ് തീറ്റയുടെ അതേ സ്പീഡിൽ തന്നെ ആണ് അയാൾ ഓടുന്നതെങ്കിൽ അയാൾക്ക് ഇത് കിട്ടും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതായത് യു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു യു കോസ് 60 അല്ലേ. കോസ് 60 1/2 ആണ്. അപ്പോൾ u/2 എന്ന് വെച്ചാൽ ബോൾ മൂവ് ചെയ്യുന്നത് യു കോസ് തീറ്റയിലാണ്. അതായത് ബോളിൻ്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി നമുക്ക് u/2 കിട്ടി. എന്നാൽ ഇവിടെ യുവിന് പകരം v0 ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എഴുതാം v0/2. അതായത് ബോള് 60 ഡിഗ്രിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ബോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് v0/2 എന്ന സ്പീഡിലാണ്. നോക്കൂ, ഇവിടെ ഈ ആള് ഓടുന്നത്, പേഴ്സൺ ഓടുന്നതും v0/2 തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എ ആണ്. യെസ്, ഹി ക്യാൻ ക്യാച്ച് ദ ബോൾ ഇഫ് he thrown it at an angle 60 degree. Next question ആണ്, a particle is projected at 60 degree to the horizontal with a kinetic energy k. The kinetic energy at the highest point is 60 ഡിഗ്രിയിൽ ചരിച്ചാണ് എറിയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കൈനറ്റിക് എനർജി, ഇനീഷ്യൽ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എഴുതാം. 12 mU². എന്നാൽ 60 ഡിഗ്രിയിൽ എറിഞ്ഞു, അതുകൊണ്ട് മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ നമുക്ക് കെ ഡാഷ് കാണണം. 12 m എന്ത് സംഭവിക്കും, യു കോസ് തീറ്റ എന്ന വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പണന്റ് മാത്രമേ ഹയസ്റ്റ് പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അത് നമുക്ക് കിട്ടുന്നത് u കോസ് 60, ദാറ്റ് ഈസ് u/2 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം 12 m u/2 സ്ക്വയർ, ദാറ്റ് ഈസ് 1 ഈ 2ൻ്റെ സ്ക്വയർ 4 ആണ്. ബാക്കിയുള്ളത് 12 mU² ആണ്. ഈ സർക്കിളിനകത്തുള്ളതിന് പകരം നമുക്ക് ഇനീഷ്യൽ കൈനറ്റിക് എനർജി കൊടുക്കാം. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി അറ്റ് ഹയസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടുന്നത് 1/4 k അല്ലെങ്കിൽ k/4 ആണ്. ദാറ്റ് ഈസ് ഡി ഈസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ആൻ ഒബ്ജക്ട് ത്രോൺ അറ്റ് 45 ഡിഗ്രി ടു ദി ഹൊറിസോണ്ടൽ, ദി മാക്സിമം ഹൈറ്റ് h ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച് r ആർ റിലേറ്റഡ് ആസ്. ഇത് നമ്മൾ തിയറി പാർട്ടിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ആൻസർ r ഇസ് ഈക്വൽ ടു 4h, ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. Two projectiles are projected with the same velocity. If one is projected at an angle of 30 degree and the other at 60 degree to the horizontal, then the ratio of maximum height reached is. അപ്പോൾ രണ്ട് ആംഗിളുള്ള ഹൈറ്റ്, ആദ്യത്തതിനെ നമുക്ക് h1 എന്ന് വിളിക്കാം. h1 കാണാനുള്ള ഇക്വേഷൻ u² sin² 30 ഡിവൈഡഡ് ബൈ 2g. അതേപോലെ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും, അതുപോലെ h2 രണ്ടാമത്തെ ആംഗിളിൽ u² sin² 60 ബൈ 2g എന്നും എഴുതാം. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ഇക്വേഷൻ നമ്പർ 1/2 ചെയ്ത് കഴിഞ്ഞാൽ h1/h ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ടേം ആയിട്ടുള്ള u² 2gയും ക്യാൻസലായി നമുക്ക് കിട്ടും h1/h2 = നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതി ഒന്ന് നോക്കണം. കോമൺ ടൈം ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. sin² 30, sin 30 1/2 ആണ്. അപ്പോൾ sin² 30 1/2 സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ sin 60 √3/2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ √3/2 സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഈ 2ഉം 2ഉം ക്യാൻസലായി നമുക്ക് കിട്ടുന്നത് 1/√3 സ്ക്വയർ ആണ്. അതായത് √3ൻ്റെ സ്ക്വയർ 3 തന്നെയാണ്. അപ്പോൾ h1/h2 അല്ലെങ്കിൽ റേഷ്യോ h1:h2 നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അപ്പോൾ 1:3 ആണ്. ബി ഈസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് റേഞ്ച് ആൻഡ് ഹൈറ്റ് ഓഫ് പ്രൊജക്ടൈൽ ആർ ഈക്വൽ ദെൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ വിത്ത് ദ ഹൊറിസോണ്ടൽ ഈസ്. അപ്പോൾ റേഞ്ചിനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം r ഈസ് ഈക്വൽ ടു u² sin 2θ/g. അതേപോലെ ഹൈറ്റിനുള്ള മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ ആണ് h is equal to
യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇത് രണ്ടും ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു എച്ച് ആവുമ്പോഴുള്ള ആംഗിൾ ആണ് നമുക്ക് കാണേണ്ടത്. എന്ന് വെച്ചാൽ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അപ്പോൾ യു സ്ക്വയർ ബൈ ജിയും യു സ്ക്വയർ ബൈ ജിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ 2 തീറ്റയെ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം. സൈൻ തീറ്റ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ബൈ ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈൻ തീറ്റയും ഈ ഒരു സൈൻ സ്ക്വയർ തീറ്റയിൽ ഒന്നും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തൊരു സൈൻ തീറ്റ ബാക്കിയാവും. കോസ് തീറ്റ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റയിൽ ഒന്നാണ് ബൈ ഈ കോസ് തീറ്റ ഇങ്ങോട്ട് വരും. കോസ് തീറ്റ ഈ 2 അപ്പുറത്തേക്ക് പോകും. അപ്പുറത്ത് ഓൾറെഡി ഒരു 2 ഉണ്ട്. അപ്പോൾ 2 × 2 4. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ കിട്ടുക? തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. മോഷൻ ഇൻ എ പ്ലെയിന് അടുത്ത എക്സാമ്പിളാണ് യൂണിഫോം സർക്കുലാർ മോഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒ എന്ന പോയിന്റിന് എബൌട്ട് ആയിട്ട് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതാണ് അതിൻ്റെ റേഡിയസ് ആർ ആണ്. എപ്പോഴും ഇവിടെ ആക്ട് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ടാൻജൻഷ്യൽ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, യൂണിഫോം സർക്കുലർ മോഷൻ വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി മാറ്റില്ല, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഇങ്ങോട്ടാണെങ്കിൽ ബി എന്ന പോയിന്റിൽ ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ വെലോസിറ്റി ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ പോകേണ്ട വെലോസിറ്റി ഇപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ട്, അതായത് അതിൻ്റെ സെൻറ്ററിലേക്ക് ഓരോ പോയിന്റിലും അത് സെൻറ്ററിലേക്ക് ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് മോഷനെയാണ് നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കേണ്ട ഒരു പോയിന്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഇവിടെ മാറുന്നില്ല യൂണിഫോം സർക്കുലാർ മോഷനിൽ, പക്ഷേ സെൻറ്ററിലേക്ക് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് യൂണിഫോം സർക്കുലാർ മോഷൻ ഒരു ആക്സിലറേറ്റഡ് മോഷൻ ആണെന്ന് നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ ഇങ്ങനെ സെൻറ്ററിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ ആക്സിലറേഷൻ ഒരു പേരുണ്ട്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ അഭികേന്ദ്ര ത്വരണം എന്നാണ് നമ്മൾ പറയാം. അതിനുള്ള ഇക്വേഷൻ നമ്മൾ വഴിയെ പഠിക്കും. യൂണിഫോം സർക്കുലാർ മോഷൻ കുറച്ച് ഡീപ്പായിട്ട് നോക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു 3 ടേംസ് ഉണ്ട്. അതിൽ ഒന്നാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ അതിനെ തീറ്റ എന്നാണ് എടുക്കുക. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. ആർക്ക് ബൈ റേഡിയസ്. ഇപ്പോൾ ആർക്കിന് പകരം നമ്മളിപ്പോൾ സർക്കുലാർ പാത്തിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റ് വളരെ ചെറിയ ഒരു ആംഗിളാണ് മാറുന്നതെങ്കിൽ ഈ ഭാഗം ആർക്ക് ചെറിയ ഒരു മാറ്റം, അതൊരു സ്ട്രെയിറ്റ് ലൈൻ എക്സ് അല്ലെങ്കിൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിന് തുല്യമാണെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ ആർ അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ. ഓക്കെ, അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ SI യൂണിറ്റ് എഴുതി വെക്കുക, റാഡ് അല്ലെങ്കിൽ റേഡിയൻ ആണ്. അപ്പോൾ ഈ ഒരു റിലേഷൻ ഓർത്ത് വെക്കുക. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ വെരി സ്മോൾ ആംഗിൾ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ആക്സിയൽ വെക്ടറാണ്. അടുത്ത ടേമാണ് ആംഗുലാർ വെലോസിറ്റി. ഒമേഗ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മളത് സൂചിപ്പിക്കുക. ആംഗുലാർ വെലോസിറ്റി എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആംഗുലാർ വെലോസിറ്റിക്കുള്ള ഇക്വേഷനാണ് വി ബൈ ആർ. അല്ലെങ്കിൽ നമുക്കിതിനെ റിലേറ്റ് ചെയ്യാം വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇതിൻ്റെ SI യൂണിറ്റ് എഴുതി വെക്കുക. റേഡിയൻ പെർ സെക്കൻഡ് അല്ലെങ്കിൽ റാഡ് പെർ സെക്കൻഡ് ആണ് ആംഗുലാർ വെലോസിറ്റിയുടെ SI യൂണിറ്റ്. ഇതും ഒരു ആക്സിയൽ വെക്ടറാണ്. അടുത്ത ടേമാണ് ആംഗുലാർ ആക്സിലറേഷൻ. ആൽഫ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത്. ആംഗുലാർ ആക്സിലറേഷൻ വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആണ് ആംഗുലാർ ആക്സിലറേഷൻ. അതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാം ആൽഫ ഇസ് ഈക്വൽ ടു
ലീനിയർ ആക്സിലറേഷൻ ബൈ റേഡിയസ്, അല്ലെങ്കിൽ നമുക്കിതിനെ റിലേറ്റ് ചെയ്യാം എ ഇസ് ഈക്വൽ ടു ആർ ആൽഫ. അപ്പോൾ പ്രത്യേക രീതിയിൽ ഇത് ഓർത്ത് വെക്കാം. എക്സ് എ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, വി ലീനിയർ വെലോസിറ്റി, എ ലീനിയർ ആക്സിലറേഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ ആംഗുലാർ ടേമുകളുമായി കണക്ട് ചെയ്യാം. എങ്ങനെ? ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് റേഡിയസ് അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദി സർക്കുലാർ പാത്ത്. അപ്പോൾ ഈ ഒരു 3 റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ മറന്നു പോവാതെ നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആംഗുലാർ ആക്സിലറേഷൻ്റെ എസ് ഐ കൊണ്ട് എഴുതി വെച്ചോളൂ. റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതും ഒരു, അല്ലെങ്കിൽ ആംഗുലാർ ആക്സിലറേഷനും ഒരു ആക്സിയൽ വെക്ടറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു യൂണിഫോം സർക്കുലർ മോഷനിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു സ്പെഷ്യൽ ആക്സിലറേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എഴുതി വെച്ചോളൂ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചതനുസരിച്ച് വിക്ക് പകരം നമുക്ക് ആർ ഒമേഗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ റിലേഷനെ നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം, ആവശ്യം വരും. അത് ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ആർ ആണ്. 6 വെട്ടിയ മുകളിൽ ഒരു 6 ബാക്കിയാവും, ആർ ഒമേഗ സ്ക്വയർ. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷന് ഒരു റിലേഷൻ ഇതാണ്, മറ്റൊരു റിലേഷൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ എന്നുള്ള റിലേഷനുമുണ്ട്. ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആക്ടിങ് അലോങ് ദി റേഡിയസ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദി സർക്കുലർ പാത്ത്. ഇതെപ്പോഴും ആ ഒബ്ജക്റ്റിൻ്റെ സർക്കുലർ പാത്തിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിന് ഒരു സർക്കുലർ പാത്തിൽ തുടരണമെങ്കിൽ ഒരു പ്രത്യേക തരം ഫോഴ്സും ആവശ്യമുണ്ട്. അതിൻ്റെ പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. എഫ് സി ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്ന ഫോഴ്സ് വേണം. എന്തിന്? ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ സർക്കുലർ പാത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ മോഷൻ തുടരണമെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആവശ്യമുണ്ട്. ഇതിൻ്റെ പേര് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, ആ ആക്സിലറേഷൻ്റെ പേര് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇനി നമുക്ക് ഈ ഒരു ഇത്രയും ഭാഗങ്ങളിൽ നിന്നും മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ഫാൾസ്? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സർക്കിൾ വിത്ത് കോൺസ്റ്റന്റ് ആംഗുലാർ സ്പീഡ്, ദി വെലോസിറ്റി വെക്ടർ ഈസ് ടാൻജന്റ് ടു ദി സർക്കിൾ. വെലോസിറ്റി വെക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എപ്പോഴും ടാൻജന്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ഇതല്ല ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ, ദ ആക്സിലറേഷൻ വെക്ടർ ഇസ് ടാൻജന്റ് ടു ദ സർക്കിൾ. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കാരണം അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ദ സെന്റർ ആണ്, എലോങ് ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ദി ആക്സിലറേഷൻ വെക്ടർ പോയിന്റ്സ് ടു ദ സെന്റർ ഓഫ് ദി സർക്കിൾ. ദി വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ ഇതെല്ലാം എയും സിയും ഡിയും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: എ പാർട്ടിക്കിൾ ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് ഓഫ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് വിച്ച് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. ദി മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ടേക്സ് പ്ലേസ് ഇൻ എ പ്ലെയിൻ. ഇറ്റ് ഫോളോസ് ദാറ്റ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇറ്റ്സ് വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്, ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്, ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് കോൺസ്റ്റന്റ്, ഇറ്റ് മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് അത് കോൺസ്റ്റന്റ് അല്ല. അപ്പം ഓപ്ഷൻ എ അല്ല ആൻസർ. ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്. ആക്സിലറേഷനും കോൺസ്റ്റന്റ് അല്ല, കാരണം ആക്സിലറേഷൻ്റെയും ഡയറക്ഷൻ സെൻറ്ററിലേക്ക് ഓരോ പോയിന്റിലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതും അല്ല. ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ വെലോസിറ്റി ഡയറക്ഷൻ മാറുന്നത് എനർജിയെ ബാധിക്കുന്നില്ല, അതുകൊണ്ട് കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്. അതേപോലെ ഇറ്റ് മൂവ്സ് ഇൻ എ സർക്കുലാർ പാത്ത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ട് വെലോസിറ്റിക്ക് ആക്ട് ചെയ്യുന്ന, അല്ലേ? അപ്പോൾ നമുക്കറിയാം സർക്കുലാർ പാത്തിലാണ് ഇത് സംഭവിക്കുക. സെൻട്രിപെറ്റൽ ഫോഴ്സ് സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യും, അതേ സമയത്ത് വെലോസിറ്റിയും ഫോഴ്സും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആയിട്ട് ആക്ട് ചെയ്യുന്നു, പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഇവിടെ ഓപ്ഷൻ ഡിയും ഇതിൻ്റെ ആൻസറാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ സിയും ഡിയും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദി ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി വെക്ടർ ഇസ് അലോങ് ദി ടാൻജന്റ് ടു ദി സർക്കുലർ പാത്ത്, ദി ഇൻവേർഡ് റേഡിയസ്, ദി ഔട്ട്വേർഡ് റേഡിയസ്, ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ആംഗുലാർ വെലോസിറ്റിയും അതുപോലെ ആംഗുലാർ ആക്സിലറേഷനും
അതുപോലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ആക്സിയൽ വെക്ടർ ആണ്, അത് എപ്പോഴും ആക്ട് ചെയ്യുന്നത് അലോങ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പോയിന്റ് പി മൂവ്സ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓൺ എ സർക്കുലർ പാത്ത് ആസ് ഷോൺ ഇൻ ഫിഗർ. The movement of P is such that it sweeps out a length S is equal to TQ plus 5, where S is S in meters and T is in seconds. The radius of the path is 20 meter. The acceleration of P when T is equal to 2 seconds is nearly. അപ്പോൾ ഇവിടെ ഇത് സർക്കുലാർ പാത്തിന്റെ ഒരു ഭാഗമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിട്ടുള്ള എസ് ഇസ് ഈക്വൽ ടു ടി ക്യൂബ് പ്ലസ് 5 നിന്നും നമുക്ക് വെലോസിറ്റിയും ആക്സലറേഷനും, അതായത് ടാൻജന്റ് ആയിട്ട് ഉള്ള വെലോസിറ്റിയും അതുപോലെ ടാൻജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആക്സലറേഷനും, ലീനിയർ വെലോസിറ്റിയും ലീനിയർ ആക്സലറേഷനും കണ്ടുപിടിക്കാം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് വെലോസിറ്റി കിട്ടും. അത് കിട്ടുന്നത് 3t². ഇതിൽ ടി ഇല്ലാത്തതുകൊണ്ട് അത് 0 ആണ്. അപ്പോൾ അറ്റ് ടി നമ്മൾ 2 സെക്കൻഡ്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ടി 2 സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് വെലോസിറ്റി കിട്ടുന്നത് എന്തായിരിക്കും? v is equal to 3 into t², അതായത് 2ന്റെ സ്ക്വയർ 4, ദാറ്റ് ഈസ് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. ഇനി ഇതേ വെലോസിറ്റി ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സലറേഷൻ കിട്ടുമല്ലോ. അത് ടാൻജൻഷ്യൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ ആയതുകൊണ്ട് നമുക്ക് അതിനെ AT എന്ന് വിളിക്കാം. അത് കിട്ടുന്നത് 3t² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 into 3 6t എന്നാണ് അല്ലെ. നേരത്തെ ചെയ്ത പോലെ അറ്റ് ടി is equal to 2 സെക്കൻഡ് നമുക്ക് ഇതേ ATയെ നമുക്ക് എന്ത് കിട്ടും? 6 into 2 എത്ര? 12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നോക്കൂ, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് AC എന്ന് വിളിക്കാം. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ v²/r അല്ലേ. v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടി 12 അല്ലെ. അപ്പോൾ 144 ബൈ റേഡിയസ് 20 ആണ്, 7.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നോക്കൂ, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ സെന്ററിലേക്കും അതുപോലെ ലീനിയർ ആക്സലറേഷൻ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഇങ്ങനെയല്ലേ വരിക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് കൊടുത്തൂടെ. അപ്പോൾ നമുക്ക് റിസൾട്ടന്റ് ആക്സലറേഷൻ A is equal to √AC² പ്ലസ് AT² എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ 7.2 നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ ഈ 7.2 അപ്രോക്സിമേറ്റ്ലി 7 എന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി സ്പീക്കിംഗ് എത്രയാണ്? 49 പ്ലസ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ 12 ആണ്, അതിന്റെ സ്ക്വയർ 144 അല്ലേ, which is equal to √193. 193ന്റെ റൂട്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 14 പോയിന്റ് സംതിങ് ആണ് കിട്ടുക അല്ലെ. ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ A ആണ് ഇതിന്റെ ആൻസർ, 14 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ ബോഡി എക്സിക്യൂട്ടിംഗ് യൂണിഫോം സർക്കുലർ മോഷൻ ഹാസ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഇറ്റ്സ് വെലോസിറ്റി വെക്ടർ ആൻഡ് ആക്സലറേഷൻ വെക്ടർ. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനിലാണ്, അതുകൊണ്ട് ടാൻജന്റ് ആയിട്ട് നമുക്ക് വെലോസിറ്റി ടാൻജന്റ് ആയിട്ട് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഉണ്ടാവും. പക്ഷെ ആക്സലറേഷൻ ഇല്ല, കാരണം ഡയറക്ഷൻ ആണ് ചേഞ്ച് ചെയ്യുന്നുള്ളതുകൊണ്ട് ഒരു ആക്സലറേഷൻ ഉണ്ടാവുന്നത് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് നോർമൽ ടു ഈച്ച് അതർ എന്നാണ്. കാരണം സെൻട്രിപിറ്റൽ ആക്സലറേഷൻ സെന്ററിലേക്കും അതുപോലെ ടാൻജന്റ് ആയിട്ടും ആവുമ്പോൾ ഈ ആക്സലറേഷനും വെലോസിറ്റി വെക്ടറും എപ്പോഴും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അപ്പോൾ C is the answer of this question.